ഹായ് ഫ്രണ്ട്സ്, ഗീതാഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വരുണും രാധികയും ഫോൺ വിളിച്ചതനുസരിച്ച് ആ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. രാധിക പറയുന്നുണ്ട്, ഇവിടെ വരാനാണ് അയാൾ പറഞ്ഞത്, വാ അമ്മേ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് വരുണും രാധികയെ കൂട്ടിക്കൊണ്ട് പോവുകയാണേ. ഇവരിങ്ങനെ നോക്കുന്ന നേരത്തെ തന്നെ അവിടെ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്ന ആൾ മറ്റാരുമല്ല, നമ്മുടെ കിഷോറാണ്. നീയാണോ ഞങ്ങൾക്ക് വീഡിയോ അയച്ചത്? നിനക്കെങ്ങനെ ആ വീഡിയോ കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ വെയിറ്റ് എല്ലാത്തിനുള്ള ഉത്തരം തരാം എന്ന് പറയാൻ കേട്ടോ കിഷോർ. ഗീതു എടുത്ത വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് നിങ്ങൾക്ക് അയച്ചിട്ടുള്ളത്. അത് ഫുള്ള് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കിഷോർ. നിനക്കെങ്ങനെ ആ വീഡിയോ കിട്ടിയെന്ന് വരുൺ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി, ഇങ്ങോട്ട് ചോദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പിൽ ആ വീഡിയോ ഇട്ടെടുത്തിട്ട് പറയുന്നുണ്ട്. ഗീതു എടുത്ത വീഡിയോയുടെ ഫുൾ വേർഷൻ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവർക്ക് വീഡിയോ ഇട്ട് കൊടുത്തുകൊണ്ട് കിഷോർ തീ കൂട്ടിയിട്ടിരിക്കുന്നിടത്തേക്ക് പോവാണ്. ഗീതു ജോത്സ്യനോടായിട്ട് പറഞ്ഞത് ഇങ്ങനെ ഓർക്കുകയാണ്, എൻ്റെയും കണ്ണേട്ടൻ്റെയും ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞാൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ആ സമയം മുതൽ ഞാൻ ഗീതുവിൻ്റെ പിന്നാലെ ഉണ്ട്. തുടർന്ന് ഗീതു വിജയലക്ഷ്മിയെ ഫോൺ ചെയ്യുന്നതൊക്കെ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കിഷോർ. ക്യാമറയുടെ കാര്യം ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൽ റെക്കോർഡാക്കിയ കാര്യമൊക്കെ വിജയലക്ഷ്മിയെ വിളിച്ച് പറയുമ്പോൾ കിഷോർ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ അത് കൈക്കലാക്കുക എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അവർണിക വന്ന് പറയുന്നത്, ഗോവിന്ദ് സാർ ഒരു സ്ത്രീയായിട്ട് നല്ല വഴക്കാണ്, അതുകൊണ്ട് വിസിറ്റേഴ്സ് റൂമിലേക്കുള്ള എല്ലാ CCTV ക്യാമറകളും ഓഫ് ചെയ്യാൻ പറഞ്ഞു എന്ന കാര്യം. ആ തക്കത്തിന് കിഷോർ ചെയ്യുന്ന വിസിറ്റേഴ്സ് റൂമിലേക്കുള്ള ക്യാമറ മാത്രമല്ല, മൊത്തത്തിലുള്ള ക്യാമറ ഓഫ് ചെയ്യാണ് കേട്ടോ. ഗീതു മറന്നു വെച്ച ലാപ്ടോപ്പും മാലയും ചെക്ക് ചെയ്തിട്ട് കിഷോർ തൻ്റെ പെൻഡ്രൈവിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. ലാപ്ടോപ്പിൽ സുവർണയുടെ മൊഴി കൂടെ കേട്ടപ്പോൾ വരുണ് പറയുന്നുണ്ട്, ഗീതു തല്ലി പദം വരുത്തിയപ്പോൾ സുവർണ പോലും നമ്മളെ ചതിച്ചു എന്ന് പറയുമ്പോൾ അവളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോനെ, അതിവിദഗ്ധമായിട്ടല്ലേ നമ്മളെയൊക്കെ അവൾ കെണിയിൽപ്പെടുത്തിയത്. അതിനിടയിൽ വരുൺ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, AGM ഗ്രൂപ്പ് കൈക്കലാക്കി ഗോവിന്ദേട്ടനെ കൊല്ലുമെന്ന് പറഞ്ഞത് റെക്കോർഡ് ചെയ്തില്ലെന്ന് തോന്നുന്നു എന്നിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കിഷോർ അങ്ങോട്ട് വരുന്നത്. എല്ലാവരും കണ്ടു കഴിഞ്ഞോ? ഗീതു ഇതിൽ റെക്കോർഡ് ചെയ്തൊക്കെ കറക്റ്റാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീയാണ് ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിച്ചത്, അതിനു വേണ്ട പ്രതിഫലം എത്രയാണെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നേക്കാന്ന് പറയാൻ കേട്ടോ രാധിക. ഇത് കേൾക്കുമ്പോൾ കിഷോർ ഭയങ്കര ചിരിയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പഴയ കഥകളിലൊക്കെ ദൈവം മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് വരം തരുന്നത് പോലെയുണ്ട് നിങ്ങളുടെ ഈ ചോദ്യം കേട്ടാൽ. ഈ കഥയിൽ ഞാനാണ് നിങ്ങൾക്ക് വരം തരാൻ പോകുന്നതെന്ന് പറയണേ. നീ എന്ത് വരമാടാ തരാൻ പോകുന്നതെന്ന് വരുൺ ചോദിക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ എല്ലാം ഗോവിന്ദ് സാറെ കാണാതെ വച്ചില്ലേ, അത് തന്നെ ഒരു വരമല്ലേ എന്ന് ചോദിക്കണേ. എന്നെ വെറും ഇസ്പേർഡ് ഏഴാങ്കൂലിയായിട്ട് കണ്ട് 10 കോടി ഓഫർ ചെയ്ത ആളാണ് മാഡം ഗീതുവിനെ തട്ടിക്കൊണ്ട് പോവാൻ. ഗോവിന്ദ് സാർ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ 2 പേരെയും AGMൽ നിന്നും പുറത്താക്കും. അതുകൊണ്ട് ഞാനല്ലേ ഓർഡർ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ കേട്ടോ കിഷോർ. എന്താ പേടിച്ചു പോയോ? ഞാൻ വെറുതെ പറഞ്ഞതാന്നേ, ഞാൻ എന്നും നിങ്ങളുടെ ഒബീഡിയൻറ്റ് സെർവൻ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, നിൻ്റെ ഔദാര്യമൊന്നും ആർക്കും ആവശ്യമില്ല, ഒരു പ്രതിഫലം പറഞ്ഞോ എന്ന് പറയുമ്പോൾ മാഡത്തിന് ഇത്ര നിർബന്ധമാണെങ്കിൽ എനിക്ക് 1 കോടി രൂപ തന്നേക്ക് എന്ന് പറയണേ. നീ എന്താടാ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാണോ എന്ന് ചോദിക്കുന്നുണ്ട് വരുൺ. അപ്പോൾ രാധിക പറയുന്നുണ്ട്, വരുണെ മിണ്ടാതിരിക്കുക, ഫോൺ നമ്പർ അയച്ച് തന്നേക്ക്, ഞാൻ സെൻഡ് ചെയ്ത് തരാമെന്ന് പറയാം കേട്ടോ ക്യാഷ്. പകരം ആ വീഡിയോസ് എല്ലാം എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മാഡത്തിന് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം, പക്ഷേ സോഫ്റ്റ്വെയർ പ്രൊഫഷനായ ഞാൻ എവിടെയൊക്കെ ഇതിൻ്റെ കോപ്പി സൂക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനേ പറ്റില്ല എന്ന് പറയണേ. പിന്നെ വിശ്വാസമാണല്ലോ എല്ലാം, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഞാൻ ഗോവിന്ദ് സാറോടോ ഗീതുവിനോടോ ഇതിനെപ്പറ്റി പറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കിഷോർ. തുടർന്ന് കിഷോർ എനിക്ക് തനിയെ വരുൺ സാറിനോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വരുണിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രാധിക മാഡത്തിന് കാണിച്ചു കൊടുക്കാത്ത ഒരു ക്ലിപ്പ് കൂടെ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്, അത് ഞാൻ കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരുണിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രാധിക മാഡം പോയതിന് ശേഷം വരുൺ സാർ ഗീതുവിൻ്റെ പിന്നാലെ പോയി എടുത്ത ക്ലിപ്പാണ്. അതിനർത്ഥം ഗോവിന്ദ് സാറിനെ മാഡത്തിന് കൊല്ലണം എന്നില്ല എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേടാ എന്ന് പറയാണ് കേട്ടോ വരുൺ. ഇനി എൻ്റെ ഒരു സംശയം കൂടി സാർ തീർത്ത് തന്നാൽ എനിക്ക് പോകാമായിരുന്നു എന്ന് പറയണേ. എന്താന്ന് വെച്ചാൽ ചോദിക്കടാ എന്ന് പറയുമ്പോൾ ഈ കഥയിലെ വില്ലൻ ആരാണ് സാർ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു സംശയവും വേണ്ട, അറയ്ക്കൽ തറവാട്ടിൽ നിന്ന് ഗീതുവിനെയും ഗോവിന്ദേട്ടനെയും ഒഴിവാക്കി ആ തറവാട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഞാൻ തന്നെ വില്ലൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കിഷോറിനോട്. അപ്പോൾ കിഷോർ ഭയങ്കര ചിരിയാണ് കേട്ടോ. സാറ് പറയുമ്പോഴേ ഇന്നലെ വരെ വില്ലൻ എന്നേ പറയാൻ പറ്റുള്ളൂ,
ഇന്ന് മുതൽ ഈ കിഷോറ വില്ലൻ എന്ന് പറഞ്ഞിട്ട് കിഷോർ അങ്ങ് പോവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.